ഞങ്ങൾ രണ്ടാളും കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട്, തല്ലുണ്ടാക്കി, ബ്ലോക്ക് ചെയ്തു, ഇൻസ്റ്റ ലിപ്സ്റ്റിക് അല്ലേ എനിക്ക് വയസ്സായിട്ടില്ല കഴുതേ. ഹലോ ഗൈസ്, അപ്പൊ നിങ്ങളുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നിനക്ക് എത്ര വയസ്സായി പറ? ആൾക്കാര് വരും, ചെക്കന്മാര് വരണ്ട് പറയട്ടെ. പക്ഷെ ഈ ക്യാമറ എടുക്കുമ്പോ നിന്നെ കാണാൻ മുടിഞ്ഞ ലുക്ക് കേട്ടോ സാനിയ. അത് അല്ല, മീൻസ് ഞാൻ ഈ ഫ്രെയിമില് പറഞ്ഞതാ. നേരിട്ട് അത്ര വലിയ ടോപ്പൊന്നല്ല നീ, പക്ഷെ ക്യാമറ കൊള്ളാം. ഇല്ലടാ കണ്ണപ്പാ, കുറെ പേര് പറഞ്ഞിട്ടുണ്ട് നീ എന്തുകൊണ്ട് എന്റെയും അഞ്ജലിയുടെയും കൃപയുടെയും മഹിബാലിനെയും കൂടെ വരുന്നില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ഓഫ് ഉള്ള ദിവസം ഇവക്ക് വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓഫ് ഉണ്ടാകുമ്പോ എനിക്കും പറയാനോട്ടോ പറഞ്ഞു. അല്ല നിനക്ക് നീ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞാൽ നീ നിൽക്കാറില്ലല്ലോ. കാരണം പ്രത്യേകിച്ച് ഇവൻ പറഞ്ഞത് ശരി തന്നെയാണ്. എനിക്കിവിടെ കഴിഞ്ഞ അടുത്ത ഷൂട്ടും കാര്യങ്ങളായിട്ട് ഞാൻ പോകുന്നില്ല. ഇനോഗ്രേഷനോ കാര്യങ്ങളായിട്ട് ഞാൻ പോവോ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇവര് നേരത്തെ കൂട്ടി എന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ എത്തും. ഇത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്ന സംഭവമല്ല, പടത്തിന് പോകുന്ന നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ഞാൻ നൈറ്റുള്ളോ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോകില്ല, എന്നെ ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോകില്ല. പണ്ട് പോകുമ്പോ ഈ ഇടയ്ക്ക് വരാറുണ്ട്. പണ്ട് പോകുമ്പോ ഞാൻ വിളിച്ചാ വരും, ചെന്ന് വിളിക്കുന്നില്ലാരും. ഇപ്പത്തെ ആവശ്യമില്ല ഗൈസ്, ഇവനെ അഞ്ജലി ചേച്ചിനെ മാത്രം മതി. അഞ്ജലി ചേച്ചിന് മാത്രം മതി, അഞ്ജലി ചേച്ചിന് കുഞ്ഞിനും മാത്രം മതി. മീൻസ് ഇവളെ സംഭവം ഇതാണ്, ഷൂട്ട് കഴിഞ്ഞ ഇവിടെ ഉണ്ടാവാറില്ല അധികം. ഇവളെ കൂട്ടായ്മയൊന്നുമില്ല. നിനക്ക് വേറെ തിരക്കുകൾ ഉണ്ടാവുക. നീ ഒരു ദിവസം ഫ്രീ കിട്ടുമ്പോ നീ നാട്ടിക്കല്ലേ പോവുക, തൃശ്ശൂർ പോവാ. നിന്റെ അമ്മയാണോ? ഞാൻ വിചാരിച്ചു ഇവളും അമ്മ പോണ കാര്യങ്ങൾ എപ്പോഴും എന്നോട് പറയണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചത് നീ അമ്മയും കൂടെ പോവാറുന്ന. കാരണം ഇവക്ക് ഒരുപാട് പട്ടിക്കുട്ടികളുണ്ട്. ഇവളെക്കാട്ടി കൂടുതൽ അവിടെ പട്ടിക്കാണ് പ്രാധാന്യം കൊടുക്കുന്ന വീടാണ് ഉള്ളത്. ഞാൻ മനസ്സിലാക്കി. അഞ്ചെണ്ണോ? ഇവിടെ മനസ്സിലാക്കി എന്താ പറയുക, ഈ ലൊക്കേഷനിൽ ഒരാൾ വന്ന് നമുക്ക് സഹതാപം ഉണ്ടാവില്ല, പക്ഷെ ഒരു പട്ടി അത് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സഹതാപം മതി. ചാറ്റിൽ കുറച്ചൊരു വർത്തനം പറയാം. അപ്പം അതുകൊണ്ടാണ് ഇവിടെ മീൻസ് ഞങ്ങളെ കൂടെ കൂട്ടുന്നുണ്ട്, പക്ഷെ ഇവിടെ അധികം അവൈലബിൾ ഉണ്ടാവില്ല. നീ എന്തെങ്കിലുമൊക്കെ തിരക്കായിട്ട് നീ മുങ്ങി നടക്കാറുണ്ട് അല്ലേ? മുങ്ങി നടക്കുക മീൻസ് നീ അല്ല. ഞാൻ വേറൊരു കാര്യം പറയാം, എനിക്ക് എറണാകുളത്ത് ഫ്രണ്ട്സ് വല്ല ഇല്ല, അധികം ആരും ഫ്രണ്ട്സ് ഇല്ല. പക്ഷെ സാനി അങ്ങനെയല്ല. നീ കുറെ കാലമില്ല എറണാകുളത്ത്. ഞാൻ പറഞ്ഞോണ്ട് നീ പറഞ്ഞു കൊളാക്കണ്ട. എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കൊച്ചിയില്. കാരണം ഞാൻ കുറെ നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ട്രിവാൻഡ്രത്തും ഇവിടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് മാത്രം ഫ്രണ്ട്സേ ഉള്ളൂ, അവരുടെ കൂടെ മാത്രമേ ഞാൻ പുറത്തു പോകാറുള്ളൂ. എനിക്ക് പറഞ്ഞ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടോ ചോദിച്ചാൽ 2-3 ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് വർക്ക് ഉണ്ട്. അപ്പൊ എനിക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ അഞ്ജലി ഉണ്ടാവും ഇവിടെ, അല്ലെങ്കിൽ പിന്നെ കൃപ കുഞ്ഞുണ്ടാവും. അപ്പം അവര് രണ്ടായിട്ട് ഞാൻ പുറത്തു പോവാറ്. പിന്നെ എല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട് വന്നിട്ട് ഈ പ്രാവശ്യം, അപ്പൊ ഇന്നലെ അവനായിട്ടാണ് ഞാൻ പുറത്തു പോയത്. അപ്പം അതുകൊണ്ടാണ് നമ്മളെ കൂടെ കൂട്ടാത്തത്, അല്ലാതെ ഇവളായിട്ട് വെറുപ്പോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല. പക്ഷെ ഇനി ഞാൻ നിന്നെ വിളിക്കും, പക്ഷെ ഞാൻ പെട്ടെന്ന് പ്ലാൻ ആവും, അത് വരേണ്ടി വരും. അങ്ങനെയാണെങ്കിലോ അവൻ വ്ളോഗിന് വേണ്ടിട്ട് എന്നെ വിളിക്കുന്ന, ഇല്ലെങ്കിൽ എന്നെ വിളിക്കൂല. വിളിക്കാത്തതിന് വേറൊരു കാരണമുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ തമ്മിൽ അല്ലടി ഞങ്ങൾ രണ്ടാളും കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട്, തല്ലുണ്ടാക്കി. അതിനുശേഷമാണ് ഇവിടെ ഞാൻ വാട്സ്ആപ്പ് ബ്ലോക്ക് ചെയ്തു, ഇൻസ്റ്റ ഇവിടെ എന്നെ ബ്ലോക്ക് ചെയ്തു. സത്യം പോലെ ഇവളുടെ അഭിനയം കണ്ടെത്തൊന്നും ഞാനാ കുറ്റം മൊത്തം ചെയ്തു. ഇൻസ്റ്റ ഇവിടെ എന്നെ ബ്ലോക്ക് ചെയ്തു. അപ്പൊ ഞാൻ കൊളാബിട്ട ടൈമിലാണ് ഇവിടെ എന്നെ ബ്ലോക്ക് ചെയ്തത്. അപ്പൊ ഞാൻ തിരിച്ചു ബ്ലോക്ക് ചെയ്തു, വാട്സ്ആപ്പ് ബ്ലോക്ക് ചെയ്തു. അപ്പൊ എനിക്ക് ദേഷ്യം കയറി. എനിക്കുണ്ടല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. വാട്സ്ആപ്പ് ബ്ലോക്ക് ചെയ്തു, പിന്നെ എന്താ ബ്ലോക്ക് ചെയ്തേ, കോള് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനத்தைയും നമ്മളെ ബ്ലോക്ക് ചെയ്തു. ഞാൻ ഇൻസ്റ്റ മാത്രം ബ്ലോക്ക് ചെയ്തു. ആരെ തുടക്കട്ടെ, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നിട്ട് ഞങ്ങള് കഴിഞ്ഞതിന്റെ മുന്നത്തെ ഷെഡ്യൂളിലൊക്കെയാണ് നമ്മൾ കമ്പനിയാക്കി. പക്ഷെ ആ സമയത്ത് അതിന്റെ മുമ്പത്തെ ഷെഡ്യൂളിലെ എന്നിട്ട് ഞങ്ങൾ റൊമാൻറ്റിക് സീൻസ് ഒക്കെ ചെയ്തു അല്ലേ, ഭയങ്കര കച്ച. ഇവള് കരഞ്ഞു, ലിറ്ററലി ഇവള് കരഞ്ഞു കേട്ടോ, സത്യം പറഞ്ഞാല്. കാരണം ഇവള് എന്നോട് ഫസ്റ്റ് ഷൗട്ട് ചെയ്തു, ഞാൻ മിണ്ടി നിന്നോട്. വേറെ ഒന്നുമല്ല പറഞ്ഞേ, വേറെ ഒന്നും സത്യം പറഞ്ഞ എനിക്ക് കാല് ഭയങ്കര വേണ്ടായിരുന്നു, നല്ല പെയിൻ ഉണ്ടായിരുന്നു. വേറെ ഡബിൾ വെച്ചിട്ട് നിന്നെ കുറ്റപ്പെടുത്തുന്ന വെച്ച് പറഞ്ഞല്ലേ, അഞ്ജലി വന്നിട്ടുണ്ടല്ലോ. അപ്പം കുറ്റപ്പെടുത്തുന്ന വെച്ചാൽ എനിക്ക് കാല് ഭയങ്കര പെയിൻ. കാരണം വേറെ ഇതും കളിയാക്കി പറയല, കളിയാക്കി എടുക്കരുത് നിങ്ങൾ. ഞാൻ സംഭവം കച്ചറ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞതാ.
ഇവക്കും എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, ഇവക്ക് ഹൈറ്റ് കുറവ്. പക്ഷെ ഹൈറ്റ് കുറഞ്ഞ കുട്ടികൾ നല്ല രസമൊക്കെയാണ്, നീ നല്ല രസം കാണാൻ. ഞാൻ ഇവിടെ കളി കാണുന്നില്ല, അല്ല ഷോർട്ട് ഗേൾ ആണ് ഇവള്. അപ്പം ഇവിടെ കൂടുതൽ സജഷനിൽ നിൽക്കുമ്പോഴേ കാല് വൈഡ് ആക്കിക്കണം, ഇവിടെ ഹൈറ്റ് എത്തണേ. അപ്പൊ ഇവക്ക് വെച്ചാൽ ബാക്ക് പെയിൻ ഉണ്ട്, അപ്പൊ ഇവക്ക് ഹീലുള്ള ചെരുപ്പിടാൻ പാടില്ല. ഇത് ഞാൻ പറയും. ഓക്കെ, എനിക്ക് കുറച്ച് നാളുകളായിട്ട് നല്ല ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്താണ് ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്താണ് ഓവർ ആയിപ്പോ എനിക്ക് നിക്കേണ്ടി വരും, രാവിലെ തൊട്ട് രാത്രി വരെ നിൽക്കുക അല്ലേ, കൂടുതൽ നിൽക്കുന്ന സീനാണ് ഞങ്ങൾക്ക് വരുന്നത്. അല്ല ഞാനില്ലേ, നീ അത് പറഞ്ഞപ്പോ ഞാൻ വെച്ച് തമാശ പറഞ്ഞത്, പക്ഷെ ഇപ്പഴും എനിക്കത് മനസ്സിലായി തുടങ്ങി. എനിക്ക് മനസ്സിലായില്ലേ പെയിൻ വരാറുണ്ട്. അപ്പൊ വന്നപ്പോ എനിക്ക് അറിയണ്ടായിരുന്നില്ല, എനിക്ക് 15ാമത്തെ വയസ്സ് തൊട്ടേ നല്ല പെയിൻ വന്നു തുടങ്ങി എനിക്ക്. അപ്പൊ ഈ അടുത്ത് ഇവിടെ കിൻഡർ ഉണ്ട് എറണാകുളത്ത്, ആ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞാൻ ചെക്കപ്പ് ചെയ്തത്. ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാം എന്താണ് നടുവിന് വേദന വരുന്നതെന്ന് അറിയാനായിട്ട്. ഞാൻ ചെയ്തു. ആ ലീവ് ഉണ്ടായിരുന്നു, ഈ ഷൂട്ട് നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം ലീവ് ആയിരുന്നു എനിക്ക്. ആ ലീവിലാണ് ഞാൻ പോയി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് എനിക്ക് നടുവിന് പ്രശ്നം ഉണ്ടെന്നുള്ള സംഭവം അറിഞ്ഞത്. അപ്പൊ ഇത്രയും നാളുകൾ ഞാൻ അറിയാതിരുന്ന സംഭവം ഞാൻ കാണാണ് സിസ്റ്റത്തില്, ആ ഫോട്ടോ കാണാണ്. ഞാൻ എന്താണ് ഏതൊന്നും പറയുന്നില്ല, കാണാണ്. അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞു, ഡാം പൊട്ടണ പോലെ കണക്കിന് കരഞ്ഞു. ആളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ മൊത്തത്തിൽ എന്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഷൂട്ടിനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിറ്റേ ദിവസമാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ കാലത്തെ മോർണിംഗ് ഷൂട്ടായിരുന്നു നമ്മുടെ. ഇതിന് ഞാൻ പോയിട്ടില്ല, പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ എനിക്ക് കുഞ്ഞിലോട്ട് ഹീൽസ് ഒക്കെ യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ യൂസ് ചെയ്ത് പെട്ടെന്ന് എന്റെ ഈ നടുവേദനയുടെ ഇഷ്യൂ കാരണം ഞാൻ ഹീൽസ് തന്നെ മാസങ്ങളായിട്ട് ഒഴിവാക്കി. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഒട്ടും. ഇവിടം വരെ വെച്ച് കഴിഞ്ഞാൽ കാല് വെച്ച് കഴിഞ്ഞാൽ നടുവിന് നല്ല പെയിൻ വരും എനിക്ക്. അവിടെ ഞാൻ ഹീൽസ് മൊത്തം ഒഴിവാക്കി നിരപ്പായിട്ടുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യാൻ ഞാൻ തുടങ്ങി. അപ്പൊ എനിക്കും മനസ്സുകൊണ്ട് നിന്റെ ഇതിനേക്കാളും കൂടുതൽ എനിക്ക് മനസ്സുകൊണ്ടുണ്ട് ഞാൻ ഹൈറ്റ് പോരാ. എനിക്ക് അറിയാൻ ഞാൻ ഹൈറ്റ് കുറവാണെന്നുള്ളത്. എനിക്ക് തോന്നിയിട്ടില്ല. ചിലർക്ക് ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ബോറായി പോകും. ചിലപ്പോ നിന്റെ ഈ ചപ്പി ഫേസ് ആണ്, നിനക്ക് ചിലപ്പോ ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായി പോകും. നിനക്ക് ഈ ഹൈറ്റ് നീ സുന്ദരിയാ. ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പം ഭയങ്കര തടിനായിരുന്നു. ഇപ്പൊ എനിക്ക് തടി കുറഞ്ഞാവുന്ന ആഗ്രഹങ്ങളല്ലേ. നമ്മള് ഇതിപ്പോ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഹൈറ്റ് കുറവാണ്, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ഹൈറ്റ് കുറവ് നല്ല രസമുള്ള കുട്ടിയാ, രസമില്ലായ്മയൊന്നും ഇല്ല. ബാക്കി പറഞ്ഞു എനിക്കറിയാം, എനിക്കറിയാം ഹൈറ്റില്ല കുഴപ്പമാണെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ഇവനാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് ചെയ്ത് നിൽക്കുവാണ്, കാലായിട്ട് വൈഡായിട്ട് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ സ്റ്റൂൾ എടുപ്പിച്ച് നിർത്താന്നുള്ളത്. അതെനിക്ക് ഏറ്റവും ദേഷ്യവും എന്റെ സെൽഫിനെ തന്നെ എനിക്കൊരു കുറവ് വരുത്തുന്ന പോലെ അഭിനയിക്കുമ്പോ സത്യമായിട്ട് ഞാൻ ഉള്ളിൽ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോ എനിക്കത് തീരെ ഇഷ്ടമല്ല. അപ്പൊ ഇതും കൂടി ആവുമ്പോ എല്ലാം കൂടി ആവുമ്പോ എന്റെ അടുത്ത് ഇവൻ പറഞ്ഞു ലാസ്റ്റ്, എന്താ പറയാ, നിനക്കൊരു ഹീൽ ഇട്ടൂടെ ചോദിച്ചു എന്റെ അടുത്ത്. ഇവനറിയില്ല എന്റെ ഇഷ്യൂസ് ഒന്നും അറിയില്ല ഇവനെ. ഇവൻ എന്റെ അടുത്ത് വന്നിട്ട് കാലത്ത് തന്നെ പറഞ്ഞു, ഫണ്ണായിട്ട് രീതിക്ക് എപ്പോഴും പറയുന്ന രീതിക്ക് എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ നിനക്കൊരു ഹീൽ ഇട്ടൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് ഇത് വന്നു തുടങ്ങി, ദേഷ്യം കയറി തുടങ്ങി. അപ്പൊ ഇതിന്റെ ഇതിലും ഞാൻ നിൽക്കുന്നേ, പക്ഷെ എനിക്ക് ദേഷ്യം ഇങ്ങനെ കയറി വന്നിട്ട് ഇവൻ പറഞ്ഞു, പിന്നെ ഔട്ട്ഡോർ കൂടി ആയിരുന്നു, പുറത്ത് കാറിന്റെ സീനായിരുന്നു. അതും എല്ലാം കൂടിയായപ്പോ പിന്നെ അവൻ പറഞ്ഞു, ഒരു സംസാരം ഉണ്ടായിരുന്ന തെർമാക്കോളല്ല, തെർമാക്കോൾ അവിടെ വെക്കട്ടെ, തെർമാക്കോളിന്റെ അല്ല ഇയാൾ കുറ്റടക്കണമെന്ന് കാണിക്കണേ. പിന്നെ ഒരു ഡയലോഗ് അടിച്ചു, നീ ഫണ്ണായിട്ടാ പറഞ്ഞേ, പക്ഷെ അത് കൊണ്ട് എനിക്ക് മറ്റേ എന്താ പറയാ, അല്ല ഇല്ല മഴവിൽക്കാരോട് പറയണ ഹൈറ്റ് ഉള്ള നായികയെ വെക്കാനെന്ന് പറഞ്ഞു. അത് എനിക്ക് കൊണ്ടു. ഇവിടെ എന്തൊക്കെ എന്റെ തടീനെ കുറിച്ച് ഇവിടെ എന്റെ കളിയാക്കാറുണ്ട്. അതേപോലെ ഞാൻ പണ്ട് ഇവൻ തടി ഉണ്ടായിരുന്നില്ല, ഇപ്പഴാണ് ഇവൻ മന്ദം കണക്കിന് ഇവിടെ ഇങ്ങനെ എന്തോ ഇപ്പൊ ഓക്കെ ചെയ്തല്ലേ തടി. ചെസ്റ്റിന്റെ ഭാഗം ഭയങ്കര വിരിഞ്ഞിരിക്കുന്ന പോലെ. അപ്പൊ ഞാൻ ഇനി എന്റെ എക്സ്പ്ലനേഷൻ പറയും, എന്റെ കഥ പറഞ്ഞല്ലോ. ഒന്നാമത് ഇവിടെ ഹോസ്പിറ്റലിൽ പോയ കാര്യം എനിക്കറിയില്ല, ഇവിടെ ഡോക്ടർ ഈ കാര്യം പറഞ്ഞ എനിക്കറിയില്ല, ഹീൽ ഇടരുന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് പെയിൻ എടുത്തപ്പോഴാണ് നമ്മളോട് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ അതെങ്ങനെ എന്റെ കുറ്റവും? ഞാൻ മറ്റേ കബഡി നിർത്തി നോക്കി കണ്ടുപിടിക്കാൻ ജോൺസിനൊന്നുമല്ല. എന്നോട് ഷൗട്ട് ചെയ്തു ഗൈസ്, ആൾക്കാർ ഞാൻ ഒന്നും മിണ്ടില്ല, റിയാക്ട് ചെയ്തില്ല.
അവിടെ നിന്നൊന്നും റിയാക്ട് ചെയ്തില്ല. പിന്നെ അവൾ എന്നോട് കേൾക്കില്ല. അവിടെ നിന്ന് ഒരു അക്ഷരം വേണ്ടില്ല ഇവളോട്. എല്ലാരും എന്നെ നോക്കി ഇവിടെ ചൂടായപ്പോ ഞാൻ വേറെന്തോ പറഞ്ഞു വെച്ചു. രണ്ടാമത് എന്നോട് ചൂടായി. അപ്പൊ എനിക്ക് കുരു പൊട്ടി എന്റെ തെറി ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞില്ല. പക്ഷെ ഞാൻ നല്ല രീതിയിൽ ചൂടായി. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കുള്ളൂ അറിഞ്ഞത്. ഞാൻ നല്ല രീതി പറഞ്ഞാൽ അത്യാവശ്യം അങ്ങനെ ഹൈ ലെവൽ ചീറ്റൊന്നല്ല. ഒരു മിനിറ്റ് പോലും നീണ്ടു നിൽക്കാതെ ചീത്തയായിരുന്നു അത്. അത് കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് ഭയങ്കരമായിട്ട് എന്തോ അത് ഞാൻ പറഞ്ഞുതരാം. അണ പൊട്ടി ഒഴുകി ആൾക്കാർ വെള്ളം കൊണ്ട് പാഞ്ഞു. അത് പോണതായേ അത് കൊച്ചേ. അതായത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അപ്പൊ സ്പോട്ടിൽ തന്നെ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പ്രൊഡ്യൂസറോട് പറയും നായികനെ മാറ്റിത്തരാൻ പറഞ്ഞിട്ട് നിന്നുള്ള രീതിക്ക് എന്റെ ഈ സംഭവം കാരണം എല്ലാവർക്കും ഇഷ്യൂ എന്നുള്ള സംഭവം എന്റെ മെന്റാലിറ്റി കയറി. തെർമക്കോൾ അന്ന് വിപിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ? അല്ല, വിപിൻ ചേട്ടനാണ് തെർമക്കോൾ മേടിക്കാൻ പറഞ്ഞത്. ഹൈ തെർമോ മേടിക്കാൻ പറഞ്ഞത്. അതൊരു സ്റ്റൂളിലായിരുന്നു അന്നുണ്ടായിരുന്ന അവരത് ഇട്ട് തരുന്നായിരുന്നു. ഞാൻ നടക്കാൻ പറ്റുമോ? ഹൈ തെർമോ വെക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവൻ ഈ ഡയലോഗ് അടിച്ചെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഫ്രണ്ട്സ് ആവുമ്പോ ഇവർക്ക് ഓൾറെഡി ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉള്ള മൈൻഡ് ഉള്ളതുകൊണ്ടാണ് ട്രിഗർ ചെയ്തത്. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞില്ല. വേറെ നായകനെ വെക്കണം രീതിയിൽ തമാശ രീതി പറയില്ല. എവിടെ പറയാറുണ്ട് തമാശ രീതി പറഞ്ഞതാ. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ. അവൻ ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഷൗട്ട് ചെയ്ത് ഞാൻ കയറിപ്പോയി. അകത്ത് ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അകത്ത് കയറിപ്പോയി. സാറ് നോക്കാം ഇതെവിടേക്ക് പോണേ ഷോട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നടക്കില്ല മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷൗട്ട് ചെയ്തു. അപ്പൊ അത് എന്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് ഇവനടുത്ത് ചോദിച്ചു. എന്താ ചോദിച്ചേ? നീ എന്തിനാടാ അവിടുത്തെ അങ്ങനെ പറയാൻ പോയെന്ന് സംതിങ് കാരണം ഞാൻ തമാശ രീതിയിലാണ് പറഞ്ഞു. പക്ഷെ ഇവള് അമ്മയോട് പറയുമ്പോ എന്താ അറിയോ, ആള് കണക്ട് ചെയ്യുന്നതും ഇവള് പറഞ്ഞ് കണക്ട് ചെയ്യുന്നതും കണ്ടറിയുന്നതും ഒരു സാധനം കേട്ടറിയുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. എന്റെ മേജർ സീരിയസ് ആയിട്ട് വന്നതെന്നാ നീ എന്റെ ഇമോഷൻ ആയിരിക്കും. ഇവള് ഞാൻ ഇവളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തമാശ രീതി നമ്മൾ പറയില്ലല്ലോ. ഫ്രണ്ട്സുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ആ രീതി സംസാരിച്ചാ. പക്ഷെ ആൾക്ക് എന്താ ഈ സംഭവം ഇൻസെക്യൂരിറ്റീസ് ഉള്ളിലുള്ളത് കൊണ്ട് ആണ് ഇവള് ഷൗട്ട് ചെയ്തത്. അത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് ഞാൻ ഇപ്പൊ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ചോദിക്കുകയാണ് സോറി. ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണോ ഉച്ചിപ്പിണക്കിന്റെ മെയിൻ ആളാണ്. അതുകൊണ്ടാണ് പറഞ്ഞു ഗൈസ്. അമ്മ എന്നിട്ട് ചോദിച്ചപ്പോ ഇവൻ എന്തോ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് ട്രിഗർ ആയപ്പോ പിന്നെ ഞാൻ ഷൗട്ട് ചെയ്തു. അങ്ങനെയാണ് അവിടെ ആളിനെ അടി പൊട്ടിയത്. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിലുള്ള ഈഗോ ഇളകി. ഫസ്റ്റ് ടൈം ഞാൻ മിണ്ടിയില്ല. ഇവനും ഒച്ച ഉണ്ടാക്കി ഞാനും ഒച്ച ഉണ്ടാക്കി. അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി. ചേട്ടൻ പ്രഭാതേട്ടനും സജി ചേട്ടനും വന്നിട്ട് എന്നൊരു സ്ഥലത്തേക്ക് ഇവനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞാൻ പോയിരുന്നു. എനിക്ക് ഒന്നത് ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മള് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ചില്ല. എനിക്ക് സത്യം അല്ലാതെ ഞാൻ നീ എവിടെയും കണ്ടിട്ടുണ്ടോ ഞാൻ എപ്പോഴും ചൂടാണ്. ഞാൻ നിന്നോട് മാത്രമേ ഈ സെറ്റ് ചൂടായിട്ടുള്ളൂ പറഞ്ഞത്. വേറെ ഞാൻ ചൂടായിട്ടൊന്നുമില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി. ഞാൻ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യും. എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ആ സമയത്ത് ഇവളിനോട് ചൂടായി കഴിഞ്ഞാൽ എനിക്ക് അത് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് വിചാരിച്ചിരുന്നു എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുക. എനിക്ക് മെന്റലി ഭയങ്കര പ്രശ്നമായി പോയി. നീ ഓക്കെ ആയി. നീ വലിയ പ്രശ്നം. ഇവള് നാച്ചുറൽ മീൻസ് പണ്ട് മുതലേ അഭിനയിച്ചു വരുന്ന ഒരാളല്ലേ. ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ പണ്ട് എനിക്ക് ചെറുപ്പത്തിൽ അഭിനയിക്കാൻ പറഞ്ഞ സാധനം വെച്ചില്ലായിരുന്നു. അരമണിക്കൂറിൽ വീഡിയോ എടുത്ത് നോക്കിയിട്ട് സംസാരിച്ചും ചെയ്യാം. ഇടയ്ക്ക് സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞപ്പോ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ ഈ റീൽസ് ചെയ്ത് തുടങ്ങി. എനിക്ക് അഭിനയിക്കാൻ ക്യാമറ മുമ്പൊക്കെ ഭയങ്കര വരാൻ പേടിയുള്ള ഒരാളാണ്. അപ്പൊ എന്നെ പോലത്തെ ഒരാൾക്ക് ഇങ്ങനെ അഭിനയിച്ച് തുടങ്ങിയപ്പം ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമുക്കത് എന്റെ അഭിനയത്തിൽ കൂടി ബാധിക്കും. നമ്മളോട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇവളെ കൂടെ നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ. എനിക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഇവളെ കൂടെ. പക്ഷെ ഇവള് പിറ്റേത്തെ ഷെഡ്യൂള് ഇതൊന്നും നടക്കാത്ത പോലെ എന്നോട് തീരുമാനം. ഇവളോടല്ലേ ഞാൻ കത്ര കൂടിയ എനിക്ക് അങ്ങനെ ദേഷ്യം വെച്ചിരുന്ന പിന്നെ എനിക്ക് അങ്ങനെ ഉള്ളിൽ കൊള്ളില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തട്ടും. ആ തട്ടി കഴിഞ്ഞാൽ അതിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആള് അന്ന് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയമില്ല. പിറ്റേ ഷെഡ്യൂൾ വന്നപ്പോ മറ്റേ അടിയും ചക്കരയും എന്ന് പറഞ്ഞില്ലേ അതേപോലെ ഇവളോട് മിണ്ടി. പക്ഷെ ഇവളോടാണോ ഞാൻ ഈശ്വര കത്ര കൂടിണ്ടായിരുന്നു കുറച്ച് നേരത്തെ. അങ്ങനെ പോയി എനിക്ക് കിളി പോയി നീ അത് ചോദിച്ചപ്പോ. അത് ഇവിടെ നല്ല ക്വാളിറ്റി കേട്ടോ. എനിക്ക് ആ ക്വാളിറ്റി ഇല്ല. എനിക്ക് ഹേർട്ട് ആവാൻ കുറച്ച് ടൈം പിടിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഹേർട്ട് ആയി കഴിഞ്ഞാൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് അറിയില്ല. പിന്നെ ഞാൻ ഷൗട്ട് ചെയ്തു. അവന് അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അവൻ പറഞ്ഞു തീർത്തിരുന്നു. അപ്പൊ പിന്നെ കോംപ്രമൈസ് ചെയ്യാം. പിന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതാണ്.
ഞാനും നായികനും നായികയാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറെ രണ്ടും തന്നെയാണോ? നായകനും നായികയാന്ന്. നമ്മളല്ലേ? ഞാൻ നായകനും നായികനെയും ഞാൻ നായിക, ഇവൻ നായകൻ. ഓക്കെ, നായകൻ സ്ട്രെസ് ചെയ്ത് പറയണത് ഇല്ലല്ലോ ആണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ അതൊന്നും വെച്ചിട്ടൊരു കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മള് ഫ്രണ്ട്ലി ആവുക എന്നുള്ള സംഭവത്തിൽ ഞാൻ പിന്നെ മിണ്ടി. അപ്പൊ എനിക്ക് ആ സംഭവത്തിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. എല്ലാം കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഡൗൺ ആയതുകൊണ്ട് ഞാൻ ലൊക്കേഷനില് എന്റെ എക്സ് ഉണ്ടായിരുന്നു, അവർക്ക് മൂഡ് സ്വിങ്സേ ഇല്ല. എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്. അവർക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അവരുടെ അവക്കൊരു അങ്ങനത്തെ സംഭവത്തിലൂടെ ട്രിഗർ ചെയ്യേയില്ല. അത് ഭയങ്കര സൈലന്റ് ആണ്, അടിപൊളി പാവമാണ്. പക്ഷെ ഇവളെ കണ്ടപ്പോഴാണ് ഞാൻ ഇത്രത്തോളം സംഭവം ഉണ്ടോന്ന്. ഇവളൊരു നേരം ഒരു സെക്കൻഡിൽ ചിരിക്കാച്ച അടുത്ത സെക്കൻഡ് ഫുൾ ടറർ, ആള് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ജോളി. അങ്ങനത്തെ ഒരു മൈൻഡ് അവർക്കുള്ളത്. എനിക്ക് ഞാൻ കാണില്ല, എന്റെ ഗേൾ ഫ്രണ്ട് അങ്ങനത്തെ ഇല്ലാത്ത എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവളെ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം കാണാം. അങ്ങനെയുള്ള ഇതിന്റെ ശേഷം നിങ്ങൾക്ക് വരും കണ്ടോ അങ്ങനെയുള്ള ഗേൾസ് ഇല്ലേ? ഉണ്ട് ഒരുപാട്. കുറെ മറ്റേ കമന്റ് സെക്ഷൻ ഉണ്ടാവല്ലോ, ഈ പീരീഡ്സിന്റെ ടൈമിലുള്ള ഓരോ റീൽസ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ അടിയിൽ കമന്റ് വായിച്ചൊക്കെ എനിക്ക് പല ദിവസം പല മൂടായിരിക്കും. ഇപ്പൊ ഇന്ന് കണ്ട മൂടായിരിക്കും, നാളെ രാവിലെ എണിച്ചിട്ട് ഇവന്റെ അടുത്ത് വരുമ്പോ ചിലപ്പോ നാളെ രാവിലെ ഞാൻ കാലത്ത് ഇപ്പോഴും കുറച്ചു നേരം എനിക്ക് എപ്പോഴും ഇവളോട് ഭയങ്കര പ്രസന്റ് ആയിട്ട് സംസാരിക്കണം. ചില സമയത്ത് ഇവിടെ ഭയങ്കര ജാടായിട്ട് നിൽക്കും. അപ്പൊ ജാടല്ല മീൻസ് ഇവിടെ മെന്റലി മീൻസ് ഒന്നാമത് 20 വയസ്സ് 21 വയസ്സ്. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഹോർമോൺസ് എനിക്ക് ചേഞ്ച് ആവുന്നതുകൊണ്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതിനൊരു 21-22 വയസ്സാവും ഒന്ന് കറക്റ്റ് ആവാനായിട്ട്. അതുവരെ ഇതിന്റെ ഒരു ഇഷ്യൂസ് എനിക്കുണ്ട്. അപ്പൊ അത് ഭയങ്കര ഓവറായിട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ പീരീഡ്സ് ടൈം ആകുമ്പോ പിന്നെ ഇതിന്റെ എക്സ്ട്രീം ഡബിൾ ഒരു വേഷൻ ആയിരിക്കും എനിക്ക് വരുന്നത്. അപ്പൊ ഊഹിക്കാമെന്നേ ഉള്ളൂ എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ ആ പെയിനും ഇല്ലെങ്കിൽ ആ ഒരു മൈൻഡ് വെച്ചിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കിട്ടുമ്പോഴേക്കും ഞാൻ മനസ്സിലേക്ക് പിന്നെ എടുക്കും, പിന്നെ അത് വെച്ചുകൊണ്ട് നടക്കും. പിന്നെ അത് സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാനോ നോക്കിയാക്കാൻ ആരും ഉണ്ടാവില്ല. മേ ബി ഞാൻ തന്നെ ഇങ്ങനെ നല്ല ബെസ്റ്റ് ബോയ് ഫ്രണ്ട് ആവശ്യം വേണ്ടതിന് കാര്യം, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് ആയാലും മതി. അങ്ങനെ അവർ ഓക്കെ ആയിക്കോളും അല്ലേ ഗൈസ്? പക്ഷെ ഞാൻ പറഞ്ഞേ എനിക്കത് എത്രത്തോളം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ. കാരണം എന്റെ ഗേൾ ഫ്രണ്ടിന്റെ എക്സിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ചിലർക്ക് തീരെ പ്രശ്നം പെയിന് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി വരുന്ന ഗേൾ ഫ്രണ്ട് അല്ല, ഞാൻ എന്റെ ഒരു സങ്കല്പത്തിൽ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം എനിക്ക് അറിഞ്ഞുകൂടത്. നമ്മള് റിയൽ ലൈഫ് ആണല്ലോ, നമ്മള് ഇമാജിനേഷൻ ആ ഒരു സംഭവം. അതേപോലെ ഒരു നല്ലൊരു ഹസ്ബൻഡ് ആവണം അല്ലെങ്കിൽ നല്ലൊരു ബോയ് ഫ്രണ്ട് ആവണം എന്നാണ് എന്റെ ആഗ്രഹം. മറ്റേ ഈ അശ്വിൻ ഗണേഷ് ഒക്കെ ഇല്ലേ നമ്മുടെ, അവന്റെ ഓസി ചേച്ചിന്റെ ഒക്കെ അവിടെ പോലെ. ഓസി എന്റെ വയസ്സ് കൂടുതലാണ് കുറവാണ് അറിഞ്ഞൂടാ എന്തായാലും. എനിക്ക് എത്ര വയസ്സുണ്ട്? 26 വയസ്സിന് മുകളിലാണ് അവര്. അപ്പൊ ചേച്ചി ഓസിയുടെ അവരുടെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ പെരുമാറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളെ ടേക്ക് കെയർ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെയൊക്കെ പറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലത്തെ ഒരു കുട്ടി വരട്ടെ, നമ്മുടെ ഓപ്പോസിറ്റ് ആകുമ്പോഴത്തേക്കാണ് നമ്മളുണ്ടാവാം. അപ്പം അത്ര നിനക്ക് ആരെ പോലെ ആവണമെന്നാണ് ആഗ്രഹം? അല്ല, നിന്റെ ഒരു വൈബ് എങ്ങനെ? വൈബാ അങ്ങനെയൊന്നുമില്ല, ആരെ പോലെ എടുത്തു കാണിക്കാനൊന്നുമില്ല എനിക്ക് പ്രത്യേകിച്ച്. അങ്ങനെ എടുത്തു കാണിക്കാൻ ഒരു സോഷ്യൽ മീഡിയയിൽ അത്രയും ഓപ്പൺ അല്ലേ, അപ്പൊ അത് അതിലെ കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ആൾക്കാർക്ക് കൂടുതൽ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ചിലർ ചോദിക്കും എന്തിനാ ഈ വീഡിയോസ് കൊടുക്കുന്നത്? കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോസ് എടുത്ത് കാണിക്കാൻ. ഒരാളെ വെച്ച് കാണിച്ചു തരാൻ എനിക്കില്ല. നീ പറഞ്ഞു ഹസ്ബൻഡ് എങ്ങനെയാന്നുള്ള സംഭവം. അല്ല, അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ അവന്റെ ഫാമിലിയോട് പെരുമാറുന്നു, അവളുടെ ഫാമിലിയിൽ പോയിട്ട് പെരുമാറുന്നു. അതായത് ഭയങ്കര അങ്ങനത്തെ ക്വാളിറ്റി അല്ല. ചിലർ പറയും അത് ഭയങ്കര മോശം. എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ളത്, ഭയങ്കര ചില്ലാണ്, ഭയങ്കര നന്നായിട്ട് പാട്ട് പാടുവാൻ. ഞാൻ എല്ലാ വീഡിയോസും കാണാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ഞാൻ കാണൽ കുറവാ, പക്ഷെ എനിക്കറിയാം റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും അവളെ ടേക്ക് കെയർ ചെയ്യുന്നത്. ആ കുട്ടി ഉണ്ടായപ്പോ ഒരുപാട് ആ സംഭവം ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവളെ വേണം എനിക്ക് എന്തായാലും ആ ഒരു ടൈമില് ഹസ്ബൻഡിന്റെ കെയറിംഗ് ഒക്കെ ആ രീതിക്ക് വേണം, നിർബന്ധമാണ് എനിക്ക്. അപ്പം അങ്ങനെ ഒരാളെ ഇവർ കിട്ടുന്നത് ഞാൻ ആശംസിച്ചുള്ളൂ. നല്ലൊരു വീമ്പ് എനിക്കും കിട്ടുന്നത് ഞാൻ ആശംസിച്ചു കൊടുത്ത് ഞാനൊരു കിട്ടൂലെന്ന് കിട്ടുന്ന പറഞ്ഞു നോക്കാം. നമുക്ക് ലൈഫാണ്, ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കണ പോലെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ അടുത്തന്നെ. അങ്ങനെ പറഞ്ഞ നീ വെറുതെ ഓരോന്നും പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കില്ല. ഇല്ല ഗൈസ്, ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പോ ഞാൻ നിങ്ങളുടെ തൊട്ട് നേരത്തെ ഒരു കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാൻ പ്രേമിക്കാത്തത്. ആ സംഭവം എന്റെ മൈൻഡിൽ കുക്ക് ചെയ്തുകൊണ്ടാണ് എനിക്കത് പെട്ടെന്ന് റിലേഷനിൽ കിടക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കത് ആ സംഭവം എനിക്ക് മെന്റലി ഞാൻ വിട്ടു പോകുന്നില്ല. അപ്പം ഇവക്കും ഷോർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മെല്ലെ തെറിക്കുകയാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ
അസോസിയേറ്റ് ഷിനു. ഹായ് പറ. അവന് പണിയൊന്നുമില്ല കാലത്ത്, എനിക്ക് മാത്രം. അപ്പൊ ഇവിടെ വർക്കിന് പോവാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്ന് എത്രാം തീയതി? വെള്ളിയാഴ്ചയാണോ? ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് എടുത്ത വ്ളോഗാണ്. അപ്പം നമ്മൾ ഇതിന്റെ കൂടെ വിഷ്വൽസ് വേറെ എന്തെങ്കിലും കയറ്റണമെന്ന് നോക്കണം കേട്ടോ. അടുത്ത ആളേക്ക് പോകും. ഈ ഒരാളെയും കൂടി കാണിച്ചു തരാം. അവളുടെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. ഇതാണ് ആള്. അപ്പം നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടല്ല എന്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് വരണേ. അപ്പം ആദ്യമായിട്ടാണ് യൂട്യൂബ് വീഡിയോയിലേക്ക് വരണേ. അപ്പൊ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ഇവിടെയുള്ള ദിവസമൊക്കെ എടുത്ത് വീഡിയോ ചെയ്യും. അപ്പൊ ഇനി ഇവിടെ ക്യാരക്ടർ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇരുന്നു കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടല്ലേ, ആത്മാർത്ഥയോടെ ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് വരുന്ന ആള്. പിന്നെന്താ ചൂണ്ട് തേക്കണം. പല്ലടക്കം തേച്ചിട്ട കളറ്. ക്ലിയർ ചെയ്തോന്നത്. ഗൈസ്, ഞാൻ ഒരു വിവാദ ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചത്. ഇവളുടെ ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഇവളുടെ ബ്രേക്കപ്പ് സ്റ്റോറി പറയുമെന്ന് ചോദിച്ചു. പക്ഷെ ഇവള് പറയില്ല. അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് പോവാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കുറച്ച് സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം സീരിയലിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ എല്ലാ ആക്ടേഴ്സിനെയും കോ ആക്ടേഴ്സിനെയും എല്ലാരെയും കാണും. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്, ഇപ്പൊ നമ്മുടെ ഈ ഒരു കൃഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഈ സൂപ്പർ കൺമണിയിലെ കൃഷ്, അതേപോലെ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന അഖില്, രണ്ടുപേരും ഒരാളാണ് ക്യാരക്ടർ വൈസ്. അതായത് കോഴിന്നല്ല, ആ ഒരു സ്നേഹം, ആ സംഭവം, അത് റിയൽ ക്യാരക്ടർ അത് തന്നെയാണ്. എനിക്കത് ഫീൽ ചെയ്തു. കോഴിയാണെന്ന് ചോദിച്ചാൽ കോഴിയൊന്നും അല്ല. അല്ല, കോഴി മീൻസ് ഇപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ചെറിയ കോഴിയുണ്ട്. ഇപ്പൊ ഈ നല്ലൊരു ആൺകുട്ടിയെ കൂടെ നടന്നു പോകണം, നീ നോക്കുവോ? ശ്രദ്ധിക്കൂലേ? അതുപോലെ ഒരു പെൺകുച്ചു പോകുമ്പം ഇപ്പം അഖിലാണ് കൃഷിയാണെന്ന് നോക്കുമ്പോൾ ഞാൻ നോക്കും. ഞാൻ ഒബ്വിയസ്ലി നോക്കും. മീൻസ് ഇപ്പൊ നോക്കുമ്പോ ഒരു പ്രശ്നം എന്താ വെച്ചാല്, നമ്മൾ അറിയണവരാണ് 2-3 പേരുണ്ടാവും. ഒരു കൂട്ടത്തിൽ തന്നെ 2-3 ആളെ പേര് അറിയാം. ഈശ്വര, ഈ കൊച്ചു നമ്മളെ അറിഞ്ഞുകൊണ്ട് നോക്കുകയാണോ, അല്ലെങ്കിൽ സ്നേഹം, അല്ലെങ്കിൽ അവരും നമ്മുടെ ഫീലിങ്സ് വെച്ച് നോക്കുകയാണോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് സംഭവം മാത്രമേ ഇപ്പൊ മാറ്റുള്ളൂ. ഞാൻ നന്നായിട്ട് വായ നോക്കും ഗൈസ്. ഒരു പെൺകുട്ടി പോകുമ്പോഴൊക്കെ ഞാൻ വായ നോക്കും. അത് ഞാൻ ഇപ്പൊ ഇന്നാളെ അങ്ങനെ ഒരു വായ നോക്കിയിട്ട് ഞാൻ KSRTC ബസ് കയറി ഇവിടേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ആ കുട്ടിയും അവളിപ്പോ എന്റെ ഫ്രണ്ടാട്ടോ. അവളെന്റെ ഓൾറെഡി എന്റെ ഫ്രണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നേരിട്ട് കാണില്ല. ഞങ്ങൾ ഇൻസ്റ്റയിൽ കൂടെയുള്ള പരിചയമുള്ളായിരുന്നു. അപ്പൊ ഞാൻ കയറി വരുമ്പോൾ ആ കുട്ടീൻ്റെ ഞാൻ നോക്കുന്നുണ്ട്. ഞാനും അവളായിട്ട് ഐ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാണ് ഇവള് എന്റെ കുറെ കാലത്ത് ഫ്രണ്ടാണ്. പക്ഷെ ഇവിടെ ഫോട്ടോസിൽ കാണുമ്പോൾ ചിലവരെ നേരിട്ട് കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ ഫോട്ടോസ് കാണുമ്പോൾ ചില ഫോട്ടോസിൽ വേറൊരാളായി തോന്നും. അപ്പൊ അതുപോലെ തന്നെ വേറൊരാളായിരുന്നു അവള്. എനിക്ക് തോന്നിയത് പിന്നെ മനസ്സിലായത് എന്റെ ഫ്രണ്ടാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ നന്നായിട്ട് വായ നോക്കുന്ന ഒരാളാണ്. നീ വായ നോക്കൂലേ? പക്ഷെ ഇദ്ദേഹം ഒരു മാന്യനാണ് ഗൈസ്. അങ്ങനെ നിന്റെ വീഡിയോ ആയതുകൊണ്ട് നീ എന്നെ പൊക്കി പറയണം. എനിക്ക് അങ്ങനെ ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് ചില ആൾക്കാര്. എല്ലാ വീഡിയോയിലും ഞാൻ ഉൾക്കൊള്ളിക്കും. നിന്നെ കുറിച്ച് ഇപ്പൊ ഒരാൾ ഫുൾ തെറി പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോഴാണ് ഒരാൾ നല്ലത് പറഞ്ഞത്. അപ്പം ഇതാണ് നമ്മുടെ പുതിയ ക്യാരക്ടറാണ്. നമ്മുടെ സൂപ്പർ കൺമണിയിൽ ഇനി വരാൻ പോകുന്ന ഒരു പുതിയ ക്യാരക്ടറാണ്. ഒരു പോലീസാണ്. അപ്പം ഞങ്ങളുടെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒക്കെ നിങ്ങൾ സ്റ്റോറി കണ്ട് മനസ്സിലാക്കണം. അപ്പൊ പേരും കാര്യം ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞേ. ഞാൻ ഒരു മാട്രിമോണി ആക്കട്ടെ പരിപാടി. ഞാൻ നിങ്ങളുടെ സ്വന്തം ദക്ഷയാണ്. എന്റെ ശരിക്കും പേര് ഇപ്പൊ പറയണം? ശരിക്കും പേര് പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല. ഷിനു എന്നാണ് പേര്, ഷിനു പ്രേം. അപ്പം ഇനിയിപ്പോ എല്ലാരും ഇൻസ്റ്റയിലേക്ക് അടിച്ചു കയറി പോകട്ടോ. ഷിനുവിന് ഇപ്പൊ മിക്കവാറും ഫോളോസ് കൊടുത്തു. ഈ വീഡിയോ റീച്ച് കിട്ടാച്ചാൽ നമുക്ക് മിക്കവാറും ഇതില് നന്നായിട്ട് ഫോളോസ് വരട്ടെ. എല്ലാവരും ഫോളോ ചെയ്യുക. എന്നെയും അഖിലിനെയും സപ്പോർട്ട് ചെയ്യും. ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. യൂട്യൂബ് ചാനൽ പറയുന്നത് ഇവിടെ പ്രൈവറ്റ് ആയി ചെയ്യും. ഞങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ ഇവർക്ക് തുടങ്ങി കൊടുക്കും. കാരണം അത് ഇവളുടെ പ്രൈവറ്റ് ലൈഫും കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവള് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇത് എന്റെ പ്രൈവറ്റ് ലൈഫാണ്. പിന്നെ എനിക്കങ്ങനെ ഞാൻ എന്താണോ അത് കാണിക്കാൻ എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പിന്നെ എന്റേതായ എന്റെ ഡാർക്ക് സൈഡ്സ് കുറെ ഉണ്ടാവും. അത് ഞാൻ കാണിക്കാമല്ലോ. ഒബ്വിയസ്ലി ആരും കാണിക്കില്ലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം ബാക്കി കാര്യങ്ങൾ പറ. ബാക്കി കാര്യങ്ങള് ഞാനിപ്പോ എന്താ കൊച്ചിയില് ഇവിടെ തന്നെ വൈറ്റ് ലൈൻ താമസിക്കുന്ന സ്ഥലം മാത്രമേ പറയുള്ളൂ. അപ്പം നമ്മുടെ സീരിയലിന്റെ ഭാഗമായിട്ട് ഞാനിവിടെ ജോയിൻ ചെയ്തു. അപ്പൊ നമ്മള് സാധാരണ ഇങ്ങനെ നമ്മള് വായ കൊണ്ട് പറയും ഫാമിലിയാണ് ഫാമിലി. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോ അത് ശരിക്കും ഫീൽ ചെയ്തു. നമ്മുടെ ഓരോ മെമ്പേഴ്സിനെ പോലെ ഫീൽ ചെയ്തു. സത്യമാണ്. ഞാനും അഞ്ജു കുഞ്ഞുനെ നീ കണ്ടില്ല. എന്റെ അനിയത്തി കുട്ടിയാണ്. എന്റെ അനിയത്തി തന്നെയാണ്, വേറെ ആളുകളില്ല. അവള് എന്റെ അനിയത്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഞാനും അച്ഛനും ഒക്കെ ഉണ്ട് പോകുമ്പോ. എനിക്കൊന്ന് ആ സ്ക്രീനിലേക്കാളും ഇവര് എന്താ റിയൽ ലൈഫിൽ കുറച്ചും കൂടെ അച്ഛനും മോനും ആണ്. ബ്രോഡായിട്ട് കറക്റ്റ് ബ്രോഡായിട്ടാണ്. ഭയങ്കര രസം.
പിന്നെ വേറൊരു കാര്യം പറഞ്ഞില്ല, അരിശാന്തേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ല പറഞ്ഞു തന്നിരുന്നോ അത് എടുത്ത് പറയണം. അത് ഇവിടെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അത്രയും വലിയൊരു കാര്യമാണ്. കാരണം ഒരു പുതിയ ആർട്ടിസ്റ്റ് വരുമ്പോഴത്തേക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്താൽ നന്നാവുന്ന നമുക്ക് പറഞ്ഞു തരാനുള്ള മനസ്സ് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് നമ്മളോട് വന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോ അയ്യോ ഞാൻ ബ്ലെസ്ഡ് ആണ്, സത്യം ബ്ലെസ്ഡ് ആണ്. കാരണം എനിക്കറിയാം, ഞാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ. മീൻസ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് എന്റെ ആക്ടിങ് കരിയറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു ചെറിയൊരു വലിയ പങ്ക് വഹിച്ചത് ഹരിശാന്തേട്ടനും ഇവിടുത്തെ ഡയറക്ടറുമാണ്. പിന്നെ ഞാൻ ഇതിന് മുമ്പ് വർക്ക് ചെയ്ത കുറെ പേരുണ്ട്. അപ്പം അവരൊക്കെയാണ് എന്നെ, പക്ഷെ ഹരിശാന്തേട്ടൻ എന്നാണല്ലോ ഒരു സീനിനെ നമുക്കത് ലിസ്റ്റ് ചെയ്ത് നീ സീൻസിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹരിശാന്തേട്ടൻ അത് ചെയ്തു ഇത് ചെയ്തു നോക്കുക, നമുക്ക് സജഷൻ തരുന്നത് അടിച്ചേൽപ്പിക്കില്ല, നമ്മൾ ഇത് ചെയ്തു നോക്കാൻ പറയും. കാരണം മൂപ്പര് ഭയങ്കര എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ പടം ചാനലിന്റെ പുസ്തകം കണ്ടില്ല, ഹെയ്നാന കണ്ടില്ല, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫേമസ് പടം കൂടി ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരുപാട് പടം കണ്ടില്ല. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂപ്പര് ചെയ്തു വെച്ചത്. അതിന്റെ മലയാളം ഡബ്ബ് മൊത്തം ചെയ്ത് നമ്മുടെ ഹരിശാന്തേട്ടനാ. അപ്പൊ നിങ്ങൾ അത് വാച്ച് ചെയ്ത് നോക്കാം. അപ്പം ഭയങ്കരമായിട്ട് ഇവിടെ ഒരു ഫാമിലി ആയി തന്നെയാട്ടോ മുമ്പോട്ട് പോകണേ. ഭയങ്കര സപ്പോർട്ടാണ്. കാരണം നീ വന്നിട്ട് നീ പുതിയൊരു മെമ്പർ ആണെന്നുള്ള ഫീൽ കിട്ടിയില്ല. ഇല്ല, ഒട്ടും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഞാൻ വന്നപ്പോ ആദ്യം സംസാരിച്ചത് അഖിലിനോടാന്ന് തോന്നുന്നു. ഞാൻ അഞ്ജലി അങ്ങനെയാട്ടോ എന്നോട് സംസാരിച്ചത്. അഞ്ജലി കുഞ്ഞു എന്റെ അനിയത്തിയുടെ ചെന്നില്ലേ, അവളിങ്ങനെ മാറി ഭയങ്കര ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ജാട തോന്നിക്കില്ലേ ഗൈസ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഉള്ളിപ്പ് പറഞ്ഞിട്ടുള്ളൂ, എന്റെയും പ്രശ്നം സെയിം ഒന്നാണ്. വാ തുറന്നാ പോയി ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കും, ഭയങ്കര കമ്പനിയാണ്. പ്രത്യേകിച്ച് കണ്ണൂര്, മലപ്പുറം, കോഴിക്കോട് ഭാഷയാണ് ഇവക്കുള്ളത്. എനിക്കും ആ ഭാഷയുള്ളത്. ഈ മലബാറുകാരുടെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെയാണ്. ഭയങ്കര സ്നേഹമാണ് ഞങ്ങൾക്ക് ഉണ്ടാവുക. എല്ലാവരും സ്നേഹം കേട്ടോ. പക്ഷെ കുറച്ചും കൂടി ഒരു സ്നേഹമാണ്. പിന്നെ കുഞ്ഞിനെ പറയാതിരിക്കാൻ വയ്യ. അവളും ഇതേമാതിരി ഭയങ്കരമായിട്ട് മാറിയിരിക്കുകയായിരുന്നു. ഞാനാണ് അവിടെ പോയി മിണ്ടി. എനിക്കറിയാം, കാരണം എന്താ അറിയോ, ഞാൻ ഫസ്റ്റ് സീരിയൽ വന്നപ്പോഴേ എനിക്ക് ഈ അഭിനയം ഒട്ടും നിശ്ചയില്ലാതെ ഞാൻ ഫസ്റ്റ് സീരിയലിലേക്ക് വരണേ. എനിക്ക് അഭിനയിക്കാനേ അറിയില്ലായിരുന്നു. ഇപ്പൊ നിശ്ചയുണ്ടെന്നല്ല പറയണേ. അപ്പം അവിടെ നിന്ന് എനിക്ക് ആ സെറ്റിൽ എത്തി കഴിഞ്ഞപ്പോഴേ ആരെങ്കിലും എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് അവിടെ കൂട്ടത്തിലുള്ള നമുക്ക് തോന്നി. അവിടെ നിന്ന് അങ്ങനെ ചെയ്തില്ല എന്നല്ല. അപ്പൊ നമുക്ക് തോന്നും ആ സൈൻ സംഭവം വയ്ക്കുന്നുണ്ട് അവർ കൂത്തിയ സ്ഥലത്തേക്ക് നിങ്ങൾ വരുമ്പോൾ. അപ്പൊ നമ്മളെ കൂട്ടത്തേക്ക് പിടിച്ചു നിർത്തുമ്പോൾ ആ സീനിനായാലും എല്ലാ കാര്യത്തിനായാലും ഒരു ഇതുണ്ടാവും. ഒരാൾ പേടിച്ച് ചെയ്യുന്നു, ഒരാൾ ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര കമ്പനി ആയിട്ട് ചെയ്യുന്ന രണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് പോവാണ്. അപ്പം ഇനി ബാക്കി ഷിനുവിന്റെ വിശേഷം പറഞ്ഞ ഫുൾ എന്റെ വിശേഷമായി പോയി. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞത് കേട്ടോ, ബ്രേക്കപ്പ് സ്റ്റോറി നമ്മളൊരു ദിവസം ഇടുമല്ലേ ബ്രേക്കപ്പ് സ്റ്റോറി. എത്ര ഫാമിലിക്ക് അറിയില്ല ഇത് വന്ന കുഴപ്പമുണ്ടോ? ഞാൻ പറയാം, വേറെ ഒന്നും പറയില്ല. 8 കൊല്ലത്തെ പ്രേമായിരുന്നു. പക്ഷെ ആള് നല്ലതായിരുന്നു. എന്റെ പോലെ തന്നെ ഫാമിലികൾ തമ്മിലുള്ള ചെറിയ പൊരുത്തക്കേട് കൊണ്ടാണ് തേഞ്ഞുമാഞ്ഞു പോയത്. അത് നമ്മൾ കഴിയുകയാണെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യട്ടെ. ഇവള് പറയാൻ പറ്റെങ്കിൽ ഞങ്ങൾ പറയും. അപ്പം അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ മേക്കപ്പ് അസിസ്റ്റന്റാണ് കേട്ടോ. ഇത് നമ്മുടെ മേക്കപ്പ് ഏട്ടനുമാണ്. രാവിലെ ഇരുന്ന് ഇതൊക്കെ ഒരുക്കുകയാണ്, കഷ്ടപ്പെട്ട് ഒരുക്കുക. നിന്നെ മീൻസ് മുറി ഡ്രസ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മളൊരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ അടിപൊളി ഫൈറ്റ്. ആ ഫൈറ്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. വീഡിയോ എടുത്തിട്ടില്ല. നമ്മളെ ചേട്ടനെ, ഏത് ചേട്ടനാടി നീ അടിച്ച് ഓഫാക്കി അച്ചായനെ അച്ചായ എന്നിട്ട് അവിടെ വന്നിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഹലോ, ഐ എം ജോസഫ് അല്ല, നിനക്ക് പണ്ടേ അടീന്റെ കാര്യത്തില് എനിക്ക് കൺട്രോൾ ചെയ്യാം. കാരണം അന്ന് നമ്മളെ കാട്ടുന്നൊരു സീൻ ഉണ്ടായിരുന്നല്ലോ. കാട്ടുന്ന സീൻ ആ ചെങ്ങായിന് നീ അടിച്ച് ഓർമ്മ ഉണ്ടോ? ഞാൻ പറഞ്ഞേക്ക് നമ്മുടെ സീൻ നടക്കുന്നത് ഇവിടെയാണ്. ഈ ടേക്ക് ആ ചേട്ടൻ അടിക്കുന്ന സീൻ ടേക്ക് തന്നെ ഒരു എന്തായാലും 7-8 വട്ടം പോയിട്ടുണ്ട് നമ്മൾ ആ സീന്. ഒന്നില്ലെങ്കിൽ ചേട്ടൻ തല ആദ്യം എടുക്കും, അടിക്കാൻ പോകുമ്പോഴേക്കും തല ആദ്യം എടുക്കും. ഇന്നലത്തെ അടിക്കാൻ പോണ സീന് ആദ്യം എടുക്കും. അപ്പൊ സാറ് പറയും, എന്നുവെച്ചാൽ ക്ലോസ് അല്ലേ വെച്ചിരിക്കുന്നേ, തല മുമ്പ് കാണാൻ പറ്റും കറക്റ്റ്. അപ്പൊ പറഞ്ഞു അങ്ങനെ ചെയ്യല്ലേ. പിന്നെ ഒന്നില്ലെങ്കിൽ തിരിച്ചു പിടിക്കുന്നത് എന്തെങ്കിലും തെറ്റും, ഫൈറ്റ് ചെയ്യണത് തെറ്റും. ഇത് ടേക്ക് ഒരുപാട് വട്ടായി പോകുന്നു. ബാക്കി എല്ലാരും സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുകയല്ലേ പുറകെ. മറ്റേ ചേച്ചി, മറ്റേ ഹരിശാന്ത് ചേട്ടൻ എല്ലാവരും സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുക. ഈ കഴുത്തിലേക്ക് ഞെരുക്കിക്കൊണ്ടിരിക്കുക മറ്റേ ഹരിശാന്ത് ചേട്ടൻ അവിടെ ചത്തുന്നു എന്റെ അടുത്ത്. അപ്പൊ സാറ് ഇവിടെ നിന്നിട്ട് എന്റെ അടുത്ത് ഒരു എക്സ്പ്രഷനെ കാണിച്ചുള്ളൂ, അത്രേ കാണിച്ചുള്ളൂ. ആ ലാസ്റ്റത്തെ അതിലാണ് ഞാന് അത് കറക്റ്റ് ടേക്ക്. ഓക്കെ, പക്ഷെ മുമ്പ് ബാക്കോട്ട് പോയില്ലെന്ന് പറഞ്ഞു.
അടിയുടെ ആഘാതത്തില് ആ പ്ലേറ്റ് അടിച്ചില്ലേ നീ? ആ പ്ലേറ്റ് അടിച്ചതില് ബാക്കോട്ട് പോയില്ലെന്ന് പറഞ്ഞു. ആള് എന്താ പറയാ, ശരിക്കും പെയിന്റ് എടുത്തപ്പോ ആള് നോർമലിക്കായി വന്നു, അഭിനയിച്ചില്ല ആള്. ആളവിടെ നിന്ന് ഇങ്ങനെ നിക്കണ് എന്നെ നോക്കിട്ട്. അതിനല്ലല്ലോ ചെയ്യണ്ടേ? അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓക്കെ വെച്ചു, കാരണം ആ അടിക്കണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാലോ.